Assalamualaikum, welcome back to my YouTube channel She Talk Diaries. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു നഴ്സറി വിസിറ്റ് കാഴ്ചകളും പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് ഈ ഒരു നഴ്സറി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴുള്ള ചെടികളുടെ വീഡിയോസൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ചില പ്ലാന്റ്സിൻ്റെ റേറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ എൻ്റെ പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ മിനി മോൺസ്ട്ര ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പക്ഷെ ഞാൻ 1-2 ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, നടത്തും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ IDയിൽ മെസ്സേജ് അയക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കലാത്തിയുടെ വെറൈറ്റീസാണ്. അവിടെ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 300 മുതൽ ആണ് കലാത്തിയുടെ റേറ്റ് തുടങ്ങുന്നത്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയും, സ്പൈഡർ പ്ലാന്റ്. പിന്നെ അടുത്ത് വരുന്നത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. ഒരു ബിഗ് ഫേൺ വെറൈറ്റിയാണ് ഇത്. ഇതിന് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ്. അവിടെ റേറ്റ് വരുന്നത് 600 മുതലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വ്യത്യാസപ്പെടുന്നത്. ഇതൊക്കെ സിങ്കോണിയം വെറൈറ്റീസാണ്. സിങ്കോണിയം ഒരുപാട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റീസ്. പിങ്ക് സിങ്കോണിയം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ റേറ്റ് വരുന്നത് പോട്ടിൻ്റെ സൈസ് അനുസരിച്ചാണ്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അതിൻ്റെ വലിയ പോട്ടിന് 100 രൂപ, ചെറിയ പോട്ടിന് 40 രൂപ, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും പേരും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നമുക്കത് ഒരു നഴ്സറി ഒന്നല്ല, റോഡ് സൈഡിനായിട്ട് ആ ഒരു ഭാഗത്ത് എല്ലാ റോഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടും ഒരുപാട് നഴ്സറികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നഴ്സറികളിൽ ആയിട്ടല്ല കയറുക, നമ്മൾ പല നഴ്സറികളിലും കയറുന്ന കാരണം എനിക്ക് ചിലപ്പോൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടാകും, പക്ഷെ ഞാൻ മറന്നു പോയിട്ടതായിരിക്കും. അപ്പോൾ എനിക്ക് അത് അറിയില്ല. ഇതൊക്കെ സ്പൈഡർ പ്ലാന്റും സിങ്കോണിയത്തിൻ്റെയും ചെറിയ തൈകളാണ്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് ഒരു സിംഗിൾ പീസിന്. ഇത് വളരെ ചെറിയ ഒരു പോട്ടിലാണ്, ചെറിയ തൈയാണ്. പക്ഷെ ഇത് നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ ഇതൊക്കെ കലാത്തിയുടെ വെറൈറ്റീസാണ്. ഞാൻ കലാത്തി റേറ്റ് കുറവിന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നഴ്സറികളിൽ ചോദിച്ചു, പക്ഷെ അവിടെയൊക്കെ കലാത്തിക്ക് നല്ല റേറ്റാണ്. അത് അവിടെ കാരണം 300 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. നമ്മൾ ഓൺലൈന് അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയ നഴ്സറികളിലൊക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ 600, 700 അങ്ങനെ അതിൻ്റെ എബവ് ആയിട്ടാണ് കലാത്തിക്ക് റേറ്റ് വരിക. പിന്നെ അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. 300 രൂപ, 250 രൂപ, അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് സിങ്കോണിയത്തിൻ്റെ വലിയ പോട്ടാണ്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ അങ്ങനെയാണ്. പിന്നെ പല നഴ്സറികളിലും ചിലപ്പോൾ ചെറിയ 10 രൂപക്കും അങ്ങനെയൊക്കെ റേറ്റ് വ്യത്യാസം വരാം. അത് നമ്മളിപ്പോൾ കുറേ കടകളിൽ, കുറേ നഴ്സറികളിൽ കയറി അന്വേഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് അങ്ങനെ വാങ്ങാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു പ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ റേറ്റ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇനി നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നുവെച്ചെങ്കിൽ ചെറിയ വണ്ടി, അതായത് ബൈക്ക്, സ്കൂട്ടി അങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും പോകരുത്. കാരണം ഇത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാറോ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയായിട്ട് പോയിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ എല്ലാ നഴ്സറികളിലും നടന്ന് പർച്ചേസ് ചെയ്യുക.
എന്നിട്ട് അതവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമ്മളുടെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ കയറ്റുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു നഴ്സറിയിൽ നിന്ന് വേറൊരു നഴ്സറിയിലേക്ക് അത്ര അധികം ദൂരമൊന്നുമില്ല, നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഒരുപാട് നഴ്സറികളിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ചിലപ്പോൾ ചില നഴ്സറികളിൽ നമുക്ക് റേറ്റ് കുറവിന് കിട്ടാം. എന്തായാലും ഒരു 10-20 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് അങ്ങനെ വാങ്ങണമെങ്കിൽ നമുക്കത് അന്വേഷിച്ച് അങ്ങനെ വാങ്ങാം. ഇത് പിന്നെ ഗ്രാഫ്റ്റഡ് കാക്ടസ് ആണ്. ഇതിന് പിന്നെ വേറെ എന്തൊക്കെയോ പേര് പറയും, അതെനിക്കറിയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200-300. ഇതിൻ്റെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇതിനും റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഡയാന്തസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരുപാട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കളർ പ്ലാന്റ്സ് എനിക്ക് കാണാൻ പറ്റി. ഇതിന് റേറ്റ് വരുന്നത് 25-30 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇത് പിന്നെ ഞാൻ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത മണ്ണുത്തിയിലെ ഒരു നഴ്സറിയാണ്. പുറമേക്ക് ഒരു ചെറിയ നഴ്സറി ആണെങ്കിലും ഉള്ളിലോട്ട് അവർക്ക് നല്ല വാസ്റ്റായിട്ടുള്ള ഒരു സ്പേസ് തന്നെ അവർക്കുണ്ട്. ഇവിടെ ബാക്കിയുള്ള ഞാൻ മുന്നേ കയറിയിട്ടുള്ള നഴ്സറികളെ വെച്ച് നോക്കുകയാണെങ്കിൽ 5-10 രൂപ അല്ലെങ്കിൽ 20 രൂപ ഇവിടെ റേറ്റ് കുറവായിട്ടാണ് എല്ലാ പ്ലാന്റ്സിനും എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ ലാസ്റ്റാണ് ഇവിടെ വന്നത്. എന്നാലും ഞാൻ 1-2-3 പ്ലാന്റ്സ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ പേരും നമ്പറൊക്കെ ഉണ്ട്. കറക്റ്റ് പ്ലേസ് എനിക്ക് പറയാൻ അറിയത്തില്ല, എന്നാലും മണ്ണുത്തിയിലാണ് ഇതിൻ്റെ ഒരു ഏരിയ. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഡയാന്തസിൻ്റെ ഈ ഒരു 4 വെറൈറ്റിയാണ്, ഈ ഒരു 4 കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് കാണുന്നത് പിങ്ക് അല്ല, നല്ലൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. വീഡിയോയിൽ ഇങ്ങനെ പിങ്കായിട്ട് കാണുന്നു. പിന്നെ ഇത് എൻജോയ് പോത്തേഴ്സ് ഞാൻ 2 പോട്ട് വാങ്ങിച്ചു. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഞാൻ ആ ഒരു അർച്ചന നഴ്സറിയിൽ ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. പക്ഷെ ഞാനിത് മുന്നേ വാങ്ങിച്ചു പോയി. ഒരു 2 പോട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു 4 വെറൈറ്റി ഞാൻ വാങ്ങിച്ചു. ഒരു പിങ്ക് സിങ്കോണിയം ചെറുതും പിന്നെ പിങ്ക് സിങ്കോണിയം ഞാൻ വലുതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 40 രൂപ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, അപ്പോൾ ഞാൻ വാങ്ങിച്ചു എന്ന് മാത്രം. ഇതിനും 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പിന്നെ വേറെ എന്തൊക്കെയോ കളറുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു 2 ടൈപ്പാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതിന് നഴ്സറിയിൽ നിന്ന് പറഞ്ഞു തന്ന പേര് പുരുത്തി എന്നാണ്. ഇതിന് ഇനി വേറെ എന്താ പേരുള്ളത് എന്നറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ ഇത് ജേഡു പ്ലാന്റ്, ഇതിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് സക്കുലൻ്റ് വെറൈറ്റിയിൽ പെട്ട് സക്കുലൻ്റ് ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലും കന്നാവാഴ എന്നാണ് നഴ്സറിയിൽ നിന്ന് പേര് പറഞ്ഞത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ്. ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് പിങ്ക് സിങ്കോണിയം, ഇതിന് 100 രൂപയാണ് വില. ഈ ഒരു പോട്ടിൽ 4 തൈ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരാം.